ആരുടെയെങ്കിലും ചുമലിലേക്ക് ഇത് വെച്ച് കെട്ടണമെന്ന് ഞങ്ങളാരും താല്പര്യപ്പെടുന്നില്ല. അതൊരു കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത് പരിശോധിക്കപ്പെടേണ്ടത്. അത് ഞങ്ങളുടെ പാർട്ടി സംവിധാനവും LDF സംവിധാനവും പരിശോധിച്ച് അതിൻ്റെ വിലയിരുത്തൽ നടത്തും. മേയറുടെ പിഴവ് കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിഴവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ആര്യ നിർവഹിച്ചത്. അല്ല, ഞാൻ അതിനെ പറഞ്ഞത്, അത് ആരെങ്കിലും തൽക്കാലമായി ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതിന്മേൽ ചർച്ച നടത്തേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഞാനായാൽ പോലും ആദ്യമായിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായി ചുമതല ഏൽപ്പിക്കുന്നത് LDF ആണ്. 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കാണ് എനിക്കൊരു പരിഗണന നൽകിയത്. അപ്പോൾ അത് കൃത്യമായി നിർവഹിക്കാനാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്, ആര്യ പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അല്ല, അതൊക്കെ BJPയും UDF നടത്തുന്ന പ്രചരണങ്ങളാണ്. പ്രചാരണ രംഗത്ത് ആര്യ ഉണ്ടായിരുന്നു. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ട് പിടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആര്യ പോയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആരെയെങ്കിലും ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാഹചര്യവും LDFനെ സംബന്ധിച്ചില്ല. LDFന്റെ നയപരിപാടികളാണ് LDF നിയോഗിക്കപ്പെടുന്ന ആളുകൾ നടപ്പാക്കുന്നത്. അത് ഞാനായിക്കോട്ടെ ആര്യ ആയിക്കോട്ടെ, അവരുടെ ചുമതല അതാണ്. അപ്പോൾ ആ ചുമതലയിൽ നിർവഹിക്കുമ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടാണ് LDF തോറ്റുപോയത് എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. അതൊരു വ്യക്തിഹത്യപരമായിട്ടുള്ള ഒരു നീക്കം മാത്രമായിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, LDF പരാജയം അംഗീകരിക്കുന്നു. ആ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും, തിരുത്തലുകൾ വരുത്തും. LDF ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് പല വാർഡുകളും പരാജയപ്പെട്ടത് നിസ്സാരമായ വോട്ടുകൾക്കാണ്. അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട്.